നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും 15 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം നടന്ന PSC എക്സാമാണ്. ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ടീച്ചറിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇത് GK പോർഷനിൽ നിന്നും പ്രധാനമായിട്ട് ഇവർക്ക് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2 പ്രിലിംസിനും ഡിഗ്രി ലെവൽ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പുതിയതായിട്ട് PSC നടത്തുന്ന എല്ലാ എക്സാംസിൻ്റെയും GK പോർഷൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് വേഗം പറഞ്ഞ് നമുക്ക് തീർക്കാം. നിങ്ങൾ ഈ വായിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് പോവുക, കറക്റ്റ് ആണോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഫോളോയിങ് ഇവന്റ്സ്? താഴെ തന്നിരിക്കുന്നവയിനകത്ത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ. പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, കൂട്ടംകുളം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പം ആദ്യം നടന്നത് തൊട്ട് നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ ആദ്യം നടന്നത് നമുക്കറിയാം, മലയാളി മെമ്മോറിയൽ ആണ് ആദ്യം നടന്നത് അല്ലേ. 1800 കാലഘട്ടത്തിലാണ് മലയാളി മെമ്മോറിയൽ, 1891 കാലഘട്ടത്തിലാണ് മലയാളി മെമ്മോറിയൽ നടന്നതെങ്കിൽ എന്നാണ് അത് കഴിഞ്ഞിട്ട് ആരാണ് നടന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 സമയത്ത് 32 സമയത്താണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ ആദ്യം മലയാളി മെമ്മോറിയൽ, 2 ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഇനി അടുത്തത് ഏതായിരിക്കും? കൂട്ടംകുളം സത്യാഗ്രഹമാണ് കേട്ടോ. കൂട്ടംകുളം സത്യാഗ്രഹം നടന്ന വർഷം എന്ന് പറയുന്നത് ഏകദേശം 1946-ലാണിത്. 1946-ലാണ്. എന്നാൽ പാലിയം സത്യാഗ്രഹം നടന്നത് 1948 കാലഘട്ടത്തിലാണ്. സോ ഇതാണ് യഥാർത്ഥ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 1 മലയാളി മെമ്മോറിയൽ, 2 കൂട്ടംകുളം സത്യാഗ്രഹം, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, കൂട്ടംകുളം സത്യാഗ്രഹം, പാലിയം. അപ്പം 4, 2, 3, 1 ഓപ്ഷൻ അങ്ങനെ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 4, 2, 3, 1. അപ്പം ഇയർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ നോവൽ ആർ നോട്ട് റിട്ടൺ ബൈ സർദാർ KM പണിക്കർ? KM പണിക്കറിൻ്റെതല്ലാത്ത നോവലുകൾ, ഹിസ്റ്റോറിക്കൽ നോവൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കേരളസിംഹം കല്യാണമാൽ, ഓപ്ഷൻ ബി പുനർകൊട്ട് സ്വരൂപം പറങ്കിപ്പടയാളി, ഓപ്ഷൻ സി കല്യാണമാൽ പുനർകൊട്ട് സ്വരൂപം. അപ്പം കേരളസിംഹം അദ്ദേഹത്തിൻ്റെതാണ്, കല്യാണമാൽ അദ്ദേഹത്തിൻ്റെ, പുനർകൊട്ട് സ്വരൂപം പറങ്കിപ്പടയാളി എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെതല്ലാത്തതായിട്ടുള്ള രാമരാജ ബഹദൂറും മാർത്താണ്ഡവർമ്മയും അദ്ദേഹം എഴുതിയതല്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അദ്ദേഹത്തിൻ്റെതല്ലാത്തത്. ഓക്കെ ആണല്ലോ. ഇനി 3, ക്വസ്റ്റ്യൻ നമ്പർ 3, ദ പാത്ത് ഓഫ് ദി ഫാദർ ഈസ് ബിലീഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ദ പാത്ത് ഓഫ് ദി ഫാദർ ബിലീഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ ബിലീഫാണ് ദ പാത്ത് ഓഫ് ദി ഫാദർ എന്ന് പറയുന്നത്? അപ്പൊ താഴത്തെ ദ പാത്ത് ഓഫ് ദി ഫാദർ ബിലീഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികളാണ് ദ പാത്ത് ഓഫ് ദി ഫാദർ ബിലീഫിന്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി. അടുത്തത് 4, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാനാണ്. രാമകൃഷ്ണ പിള്ള ബിക്കം ദി എഡിറ്റർ ഓഫ് കേരള പഞ്ചിക ന്യൂസ് പേപ്പർ ഇൻ 1901. അതുപോലെ രാമകൃഷ്ണ പിള്ള വാസ് അറസ്റ്റഡ് ആൻഡ് എക്സൈൽഡ് ഫ്രം ട്രാവൻകൂർ ഇൻ 1910. രാമകൃഷ്ണ വാസ് ദ ഫൗണ്ടർ ആൻഡ് പബ്ലിഷർ ഓഫ് ദി ന്യൂസ് പേപ്പർ സ്വദേശാഭിമാനി ഇൻ 1906. രാമകൃഷ്ണ പിള്ള വാസ് ഇലക്ടഡ് ടു ശ്രീമൂലം അസംബ്ലി ഫ്രം നെയ്യാറ്റിൻകര ഇൻ 1908. അപ്പം 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ പറ്റിയിട്ട് കറക്റ്റ് ആണ്. രാമകൃഷ്ണ പിള്ള ബിക്കം ദി എഡിറ്റർ ഓഫ് കേരള പഞ്ചിക ന്യൂസ് പേപ്പർ ഇൻ 1901. രാമകൃഷ്ണ പിള്ള വാസ് അറസ്റ്റഡ് ആൻഡ് എക്സൈൽഡ് ഫ്രം ട്രാവൻകൂർ ഇൻ 1910. ഈ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, കൺസിഡർ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഓതർ ആൻഡ് ദെയർ വർക്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, കൺസിഡർ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഓതേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. പാർവതി നെന്മേനി മംഗലത്തിൻ്റെയാണ് പുനർജന്മം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അന്ന ചാണ്ടിയതാണ് കാലപ്പകർച്ചകൾ. അക്കാമ ചെറിയാൻ്റെ 1114 കഥ. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. അപ്പം അക്കാമ ചെറിയാൻ്റെ 1104 കഥ, ലളിതാംബിക അന്തർജനത്തിൻ്റെ ആ ഒരു സെക്ഷൻ 2ഉം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് 2ഉം അതുവരുടെ തന്നെ ആയിട്ടുള്ളതാണ്. അപ്പം കറക്റ്റായിട്ടുള്ള പേയേഴ്സ് എഴുതാനാണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള പേയേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പേയേഴ്സ് ചോദിക്കുവാണെങ്കിൽ ഇത് 2ഉം നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയാണ്. ബാക്കി പാർവതി നെന്മേനി മംഗലത്തിൻ്റെ അല്ല പുനർജന്മം, തോപ്പിൽ ഫാസിയുടെയാണ് പുനർജന്മം. കാലപ്പകർച്ചകൾ എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അന്നാ ചാണ്ടിയുടേതല്ല എന്നറിയാം, പക്ഷേ പുനർജന്മം തോപ്പിൽ ഫാസിയുടെയാണ് അറിയാം. അപ്പോൾ ഇത് 2ഉം തെറ്റായിട്ടുള്ള, ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1 and 2 ആണ് കേട്ടോ.
Question number 6. Which one of the following is not a part of the preamble of Indian Constitution? Preamble of the Indian Constitution പാർട്ടായിട്ട് അല്ലാത്തത്, അതായത് പ്രിയാമ്പിളിനകത്ത് ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി. ഈ മൂന്ന് കാര്യങ്ങളും പ്രിയാമ്പിളിനകത്തുണ്ട്. എന്നാൽ ഫെഡറലിസത്തിനെ പറ്റിയിട്ട് എവിടെ പറയുന്നില്ല? പ്രിയാമ്പിളിനകത്തില്ല. ഓപ്ഷൻ ഡി ആണ്. അടുത്ത 7. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്? എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് അതായത് തുടങ്ങിയ സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ്. 8. പാർലമെന്റ് കനോട്ട് അമെൻഡ് ദ പ്രൊവിഷൻ വിച്ച് ഫോം ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് വാസ് റൂൾഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ. അതായത് പാർലമെന്റിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പാർലമെന്റിന് ഒരിക്കലും ബേസിക് സ്ട്രക്ചർ മാറ്റാനായിട്ട്, അതായത് അതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനായിട്ട് അധികാരം ഉണ്ടാവില്ല എന്ന് ഒരു കേസിൽ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് ഏതാണെന്നാണ് ചോദിച്ചത്. കേശവാനന്ദ ഭാരതി കേസ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി കേട്ടിട്ടില്ലാത്തവർ ഓർത്തേക്കുക, പാർലമെന്റിന് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റിക്കൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കേസാണ് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അദ്ദേഹം മരിച്ചപ്പോൾ 2 കൊല്ലമായെന്ന് തോന്നുന്നു. 9. ദ ഫസ്റ്റ് പ്രോട്ടോകോൾ ടു ബാൻ ദ എമിഷൻ ഓഫ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ മെയ്ഡ് ഇൻ. ആദ്യമായിട്ട് ദ ഫസ്റ്റ് പ്രോട്ടോകോൾ ടു ബാൻ, എന്തിനു വേണ്ടിയിട്ട്? എമിഷൻ ഓഫ് ക്ലോറോ CFC അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നത് ബാൻ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഒരു പ്രോട്ടോകോള് ഉണ്ടാക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി മോൺട്രിയൽ ആണ് കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത 10. പരാഗ് PARAKH which was seen in news recently is a portal associated with which field? ഏത് ഫീൽഡുമായിട്ടാണ് ഈ പോർട്ടൽ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്? അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ്. സ്റ്റുഡൻറ് ലേണിംഗ് അസസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോർട്ടലാണ് പരാഗ് PARAKH എന്ന് പറയുന്നത്. സ്റ്റുഡൻറ് ലേണിംഗ് അസസ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളതാണ്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ടേക്കൻ ഫ്രം വിച്ച് കൺട്രി? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്ന ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? USSR നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 12. ഹു ക്യാൻ റിമൂവ് ദ പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫ്രം ദ പോസ്റ്റ്? അതായത് PSCയിൽ നിന്നൊക്കെ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രം? പ്രസിഡന്റിന് മാത്രം. 13. വിച്ച് ഇയർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്? ഏത് വർഷമാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത്? ഇതും എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ 2006 മുതലാണ്. അതുപോലെ ദ ഫസ്റ്റ് കൺട്രി വിച്ച് ലീഗലി അലൗ ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ടു യൂസ് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യാം എന്ന് പറഞ്ഞ ആദ്യത്തെ രാജ്യം, ലീഗലി അലൗ ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ടു യൂസ് ക്രിപ്റ്റോ കറൻസി, ഏത് രാജ്യത്താണ് ഇത് ആദ്യമായിട്ട് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി എൽ സാൽവഡോറിലാണ് ഇത് ആദ്യമായി വന്നത്. 15. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രൊവൈഡ് റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ? റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞ ഏതായിരുന്നു? ഓപ്ഷൻ എ 86. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസ് ആണ് GK പോർഷനകത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇന്നലെ നടന്നതും ഇനി വരുന്ന ഓരോ എക്സാംസും, അതിപ്പം 10th ലെവൽ ആയിക്കോട്ടെ, സ്പെഷ്യൽ കാറ്റഗറി ആയിക്കോട്ടെ, ഓരോന്നും തരം തിരിച്ച് നിങ്ങൾ 10 ക്വസ്റ്റ്യനെങ്കിൽ 10 ക്വസ്റ്റ്യൻ GK പോർഷൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ഇംഗ്ലീഷും ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഇംഗ്ലീഷ് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ